ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. സാന്ത്വന വഴിയിൽ തണലായി പടരാൻ ഉണരും സേവന സ്വപ്നങ്ങൾ. ഞങ്ങൾ വിടരാൻ സ്വപ്നങ്ങൾ, ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. സ്നേഹം കൊണ്ടൊരു കവചം തീർക്കാൻ കൈകൾ കൊരുക്കുന്നു. ഞങ്ങൾ കൈകൾ കൊരുക്കുന്നു. മറ്റുള്ളവരുടെ സംരക്ഷയ്ക്കായി വിയർപ്പൊഴുക്കുന്നു. ഞങ്ങൾ വിയർപ്പൊഴുക്കുന്നു. തളരുന്നോർക്കൊരു താങ്ങായി, ഇരുളിൽ അലയുന്നോർക്കു വിളക്കായി. മുന്നിൽ നടക്കുന്നു, ഞങ്ങൾ മുന്നിൽ നടക്കുന്നു. മുന്നിൽ നടക്കുന്നു, ഞങ്ങൾ മുന്നിൽ നടക്കുന്നു. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. കൊച്ചുചിരാതിൻ മിഴികൾ ചൂടിയ കാഞ്ചനനാളങ്ങൾ. ഞങ്ങൾ കാഞ്ചനനാളങ്ങൾ. ആദർശത്തിൻ പ്രഭാത കിരണം പുൽകിയ പുഷ്പങ്ങൾ. ഞങ്ങൾ പ്രഭാത പുഷ്പങ്ങൾ. താളം തെറ്റിയ ജീവിതയാത്രയിൽ അത്താണികളായി മാറാൻ. മുന്നിൽ നടക്കുന്നു, ഞങ്ങൾ മുന്നിൽ നടക്കുന്നു. മുന്നിൽ നടക്കുന്നു, ഞങ്ങൾ മുന്നിൽ നടക്കുന്നു. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. സാന്ത്വന വഴിയിൽ തണലായി പടരാൻ ഉണരും സേവന സ്വപ്നങ്ങൾ. ഞങ്ങൾ വിടരാൻ സ്വപ്നങ്ങൾ, ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. പരേഡ് നയിക്കുന്നത് ശ്രീ മനോജ് കുമാറിന്റെയും കരീന മനോജിന്റെയും മകളായ നമി കെ മനോജ്. പരേഡിന്റെ സെക്കൻഡ് കമാൻഡന്റ് ശ്രീ വിജയന്റെയും രാധാമണിയുടെയും മകനായ ആനന്ദ് ബി. 22 പേരടങ്ങുന്ന ഒന്നാമത്തെ പ്ലട്ടൂണിനെ നയിക്കുന്നത് മുഹമ്മദ് ഷമീറിന്റെയും അമീനുടെയും മകനായ മുഹമ്മദ് ഷഫീർ. 22 പെൺകുട്ടികളടങ്ങുന്ന ഗേൾസ് പ്ലട്ടൂൺ നയിക്കുന്നത് ശ്രീ രാമചന്ദ്രന്റെയും യമന ദേവിയുടെയും മകളായ അഞ്ജന അർച്ചന.
ഈ സമയം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ ദേശീയ പതാകയെ ആദരിക്കൽ ചടങ്ങാണ്. ദേശീയഗാനം മുഴങ്ങുമ്പോൾ ഈ വേദിയിലുള്ള എല്ലാവരും എഴുന്നേറ്റിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതിജ്ഞ. ഞാൻ ഉത്തരവാദിത്ത ബോധവും സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി 2 പ്ലട്ടൂണുകളും ഈ പരേഡിനെ അഭിവാദ്യം സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥിയെ പരേഡിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് വിശിഷ്ടാതിഥി പരേഡിൽ പങ്കെടുത്ത കുട്ടികളുമായി സംസാരിക്കും.
ഏറ്റവും സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണിത്. മീനാക്ഷിവിലാസം സ്കൂളിലെ SPC കേഡറ്റ്സിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഏറെ ആഹ്ലാദം സന്തോഷവും ഉണ്ടായി. കാരണം നമ്മൾ നോക്കുമ്പോൾ ഈ തൃശ്ശൂര് പോലീസ് അക്കാഡമിയില് പാസിംഗ് ഔട്ട് പരേഡിന്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികളും വളരെ ഡിസിപ്ലിൻഡായി പോലീസ് ഫോഴ്സിന്റെ എല്ലാ ഗൗരവത്തോടും കൂടി ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തു. അതിന് ആദ്യ അഭിനന്ദനങ്ങൾ നൽകേണ്ടത് അവരെ ഇത്രയും മനോഹരമായി ചിട്ടയായി പരിശീലിപ്പിച്ച SPCയുടെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരോടുള്ള പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന സംവിധാനം ആദ്യമായി ആരംഭിച്ചത് കേരളത്തിലാണ് എന്നുള്ളത് ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം. ബഹുമാനായിരുന്ന ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്ത ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ഞാൻ അന്ന് കേരള നിയമസഭയിലെ MLA ആയിരുന്നു. ആ സഭയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് കേരളത്തിൽ ആദ്യമായി ഇന്ത്യക്ക് മാതൃകയായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന സംവിധാനം, അന്ന് അതിന്റെ ചുമതല ശ്രീ P. വിജയൻ IPS-നാണ് നൽകിയത്. P. വിജയൻ IPS-ന് രാജ്യാന്തര പ്രശസ്തി നേടിക്കൊടുത്ത ഒരു ഇനിഷ്യേറ്റീവായിട്ടാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംവിധാനത്തെ 2019 പ്രളയകാലത്ത് കേരളത്തിലെ SPC കുട്ടികൾ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. ഇപ്പൊ ഇവിടെയാണെങ്കിലും SPCയിൽ ചേരുന്ന കുട്ടികൾ, രക്ഷകർത്താക്കളെല്ലാം ഈ പാസിംഗ് ഔട്ട് പരേഡ് കാണാൻ വന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ വളരെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഡിസിപ്ലിൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇതിന് ചുമതല കൊടുത്ത സജി ആണോ ഇതിന്റെ ചുമതലക്കാരൻ? സജി, അതുപോലെ ബിന്ദുമോൾ, സംഗീത്, അനിത കുമാരി, ഇവരെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. സ്കൂള് എല്ലാ കാര്യങ്ങൾക്കും വളരെ മാതൃകയായിട്ടുള്ള സ്കൂളാണ് മീനാക്ഷിവിലാസം സ്കൂള്. കഴിഞ്ഞ സാറിന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയാണ്, അതിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ SSLC +2 പരീക്ഷകളിലും നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാലയമാണ് മീനാക്ഷിവിലാസം സ്കൂള്. അതുകൊണ്ട് അതിനുള്ള പ്രത്യേകമായ അഭിനന്ദനങ്ങൾ കൂടി അർപ്പിക്കുകയാണ്. നമ്മുടെ പ്രിൻസിപ്പൽ രേണുക ടീച്ചർ, HM ഷീന ടീച്ചർ, PTA പ്രസിഡന്റ് മിഥിലാജ്, SMCയുടെ ചെയർമാൻ നാസിം, MPTA പ്രസിഡന്റ് നജുമ, വാർഡ് മെമ്പർ അർജുനൻ ചേട്ടൻ, അവർക്കെല്ലാം അർഹതപ്പെട്ടതാണ്. അതുപോലെ ഇവിടുത്തെ PTA മറ്റു ഭാരവാഹികൾ, അധ്യാപകര്, അവർക്കെല്ലാം ഈ വിജയത്തിനുള്ള അഭിനന്ദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ പാസിംഗ് ഔട്ട് പരേഡിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്ന ശ്രീ സബ് ഇൻസ്പെക്ടർ ശ്രീ നിസാം അവർ അടക്കമുള്ള
മുഴുവൻ ആളുകളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. എല്ലാവർക്കും ഏറെ സന്തോഷമുളവാക്കിയ ഇത്തരം ഒരു പാസിംഗ് ഔട്ട് പരേഡിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം ഉയർന്ന ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ നമസ്കാരം. ഇന്ന് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ കേഡറ്റുകൾക്കും പ്രിൻസിപ്പൽ എന്ന നിലയിൽ എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ സ്കൂളിൻ്റെ 10ാമത് ബാച്ച് SPC കേഡറ്റുകളാണ് ഇന്ന് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. അവർ ഏവരും ഉന്നത നിലയിൽ എത്തിച്ചേരാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും ആ കുട്ടികൾക്ക് നേരുന്നു. ഞാൻ മീനാക്ഷി വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രഥമാധ്യാപികയാണ്. എൻ്റെ പേര് ഷീന. നമുക്ക് വളരെ സന്തോഷകരമായ ദിവസമായിരുന്നു. 2022-24 ബാച്ച് SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, അച്ചടക്കമുള്ള, നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു വിദ്യാർത്ഥി തലമുറയെ സൃഷ്ടിക്കുക എന്നതാണ് ഈ SPC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ സ്കൂളിൽ 2010 മുതൽ ആരംഭിച്ച ഈ പദ്ധതി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ കോർഡിനേറ്റേഴ്സ്, SPCയുടെ കോർഡിനേറ്റേഴ്സ് സജി സാറും ബിന്ദു ടീച്ചറുമാണ്. നമുക്ക് ഡ്രിൽ ഇൻസ്ട്രക്ടറുണ്ട്, സംഗീതാണ്. നന്നായിട്ട് നമ്മുടെ കുട്ടികളെ പരേഡുകളെ പങ്കെടുപ്പിച്ച് നല്ല സ്ഥാനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. സാമൂഹ്യ ബോധമുള്ള, അച്ചടക്ക മനോഭാവമുള്ള ഒരു തലമുറയെ വാർക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം. ഇന്ന് പരിശീലനം പൂർത്തിയാക്കിയ 22 ആൺകുട്ടികളുടെയും 22 പെൺകുട്ടികളുടെയും പാസിംഗ് ഔട്ട് പരേഡാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ PC വിശ്വനാഥ് അവർ അഭിവാദ്യം സ്വീകരിച്ച് വളരെ ഭംഗിയായി നടത്താനായിട്ട് സാധിച്ചു. വളരെ ചിട്ടയായ പരിശീലനത്തിലൂടെയും അതുപോലെ തന്നെ കുട്ടികളുടെ ഔട്ട്ഡോർ പരിപാടിയിലായാലും ഇൻഡോറിലായാലും വളരെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കൊല്ലം ജില്ലയിൽ തന്നെ മികച്ച ഒരു സ്ഥാപനമായി മാറാനും അതുപോലെ തന്നെ SPCയുടെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു സ്കൂളായി മാറാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെയും അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെയും സഹകരണം, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹകരണം എല്ലാം കൊണ്ടും നമുക്ക് വളരെ അനുയോജ്യമായ ഒരു സാഹചര്യമായിരുന്നു. ഏറ്റവും നല്ല പരേഡ് തന്നെ കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ് നമ്മുടെ വിശിഷ്ടാതിഥി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടികളുടെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിലായാലും നല്ല ലക്ഷ്യബോധവും ഉത്തരവാദിത്വബോധവും അതുപോലെ പൗരബോധവും ഒക്കെ ഉള്ള ഒരു മികച്ച തലമുറയെ വാർത്തെടുക്കാനായിട്ട് ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിന് വളരെ നന്ദിയുണ്ട്. അതൊക്കെ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ മികച്ച സേവനം കൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു പരേഡ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പേരൂർ മീനാക്ഷി വിലാസം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ PTOയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ 10ാമത് ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ട് കുട്ടികൾ അവർ പാസിംഗ് ഔട്ട് പരേഡിലേക്ക് വരുമ്പോൾ നന്നായുള്ള പ്രിപ്പറേഷനാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കുണ്ട്ര MLA ശ്രീ PC വിഷ്ണുനാഥ് അവർ കൃത്യസമയത്തിന് എത്തിച്ചേരുകയും കൃത്യമായ രീതിയിൽ അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും ഈ പരേഡിലും പങ്കെടുത്ത പരേഡ് പാസിംഗ് ഔട്ടായി പോയ എല്ലാ കുട്ടികൾക്കും ജീവിതത്തിൽ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അച്ചടക്കം മുഖമുദ്രയാക്കി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെ അനുസരിക്കുന്ന ഉത്തരവാദിത്വബോധമുള്ള ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുന്ന കർമ്മ പദ്ധതിയിൽ എന്ന് മുന്നിലാണ് പേരൂർ മീനാക്ഷി വിലാസം സ്കൂൾ. അച്ചടക്കമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. തീർത്തും എന്നും എപ്പോഴും ഓർമ്മിക്കത്തക്ക ഒത്തിരി നല്ല മുഹൂർത്തങ്ങൾ SPC സമ്മാനിച്ച എല്ലാ കൂട്ടുകാർക്കും ഇവിടുത്തെ എല്ലാ കേഡറ്റുകൾക്കും പ്രത്യേകം നയനങ്ങൾ സാന്ത്വന വഴിയിൽ തണലായി പടരാൻ ഉണരും സേവന സ്വപ്നങ്ങൾ. ഞങ്ങൾ വിടരാൻ സ്വപ്നങ്ങൾ, ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ.
സ്നേഹം കൊണ്ടൊരു കവചം തീർക്കാൻ കൈകൾക്കൊരുക്കുന്നു. ഞങ്ങൾ കൈകൾക്കൊരുക്കുന്നു. മറ്റുള്ളവരുടെ സംരക്ഷയ്ക്കായി വിയർപ്പൊഴുക്കുന്നു. ഞങ്ങൾ വിയർപ്പൊഴുക്കുന്നു. തളരുന്നോർക്കൊരു താങ്ങായി, ഇരുളിൽ അലയുന്നോർക്കു വിളക്കായി. മുന്നിൽ നടക്കുന്നു. ഞങ്ങൾ മുന്നിൽ നടക്കുന്നു. മുന്നിൽ നടക്കുന്നു. ഞങ്ങൾ മുന്നിൽ നടക്കുന്നു. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. കൊച്ചുചിരാതിൻ മിഴികൾ ചൂടിയ കാഞ്ചനനാളങ്ങൾ. ഞങ്ങൾ കാഞ്ചനനാളങ്ങൾ. ആദർശത്തിൻ പ്രഭാത കിരണം പുൽകിയ പുഷ്പങ്ങൾ. ഞങ്ങൾ പ്രഭാത പുഷ്പങ്ങൾ. താളം തെറ്റിയ ജീവിതയാത്രയിൽ അത്താണികളായി മാറാൻ. മുന്നിൽ നടക്കുന്നു. ഞങ്ങൾ മുന്നിൽ നടക്കുന്നു. മുന്നിൽ നടക്കുന്നു. ഞങ്ങൾ മുന്നിൽ നടക്കുന്നു. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. സാന്ത്വന വഴിയിൽ തണലായി പടരാൻ ഉണരും സേവന സ്വപ്നങ്ങൾ. ഞങ്ങൾ വിടരാൻ വെമ്പും സ്വപ്നങ്ങൾ. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ.
പുസ്തകങ്ങളായി മാറണം.